ശ്രീ നൗഷാദ്, ഈ 27 കുടുംബങ്ങളുണ്ടല്ലോ, അവർക്കെതിരെ മഹല്ല് കമ്മിറ്റിയെങ്കിലും ഒരു നടപടിയെടുക്ക്. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു 2 മിനിറ്റ് സമയം തരണം. ഇടയ്ക്ക് കയറി പറയരുത്. ഇല്ല, കാരണം ഇവരെല്ലാം പറഞ്ഞത് കേട്ടു, ഞാനൊന്നും മിണ്ടിയില്ല. അപ്പം സമയം തരണം, അതതിൻ്റെ ഒരു മാന്യതയാണ്. ഞാൻ പറഞ്ഞത്, ഇപ്പം ഇവിടെ നമ്മുടെ വിദ്യാസാഗർ ത്രിമൂർത്തി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കേൾക്കുമ്പോൾ എനിക്കൊരു കഥ വരിക. കാരണം ആടിനെയും കൊണ്ട് പോയ ഒരു നമ്പൂതിരി, ആടിനെയും കൈപിടിച്ചുകൊണ്ട് പോകുന്ന നമ്പൂതിരി വഴിയിൽ നിൽക്കുന്ന കള്ളന്മാർ, അത് പട്ടിയാണല്ലോ, പട്ടി വട്ടം കൊണ്ട നമ്പൂരി എന്ന് ചോദിക്കുക, പട്ടി വട്ടം കൊണ്ട നമ്പൂരി എന്ന് ചോദിക്കുക. അപ്പം 5-6 പേര് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്പൂരിക്കൊരു സംശയം, ഇത് പട്ടിയാണോ, അതിനെ അവിടെ ഉപേക്ഷിച്ച് പോവുക. ശ്രീ വിദ്യാസാഗർ ത്രിമൂർത്തി മനസ്സിലാക്കേണ്ടത് ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയി. എന്തു പറഞ്ഞാലും ഇസ്ലാമിക വിരുദ്ധത പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയി. ജനം പ്രബുദ്ധമായ ജനമാണ്. ഇപ്പം പേരെടുക്കണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് പേരെടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആളാകണമെന്നുണ്ടെങ്കിൽ ഇസ്ലാം വിരുദ്ധത പറഞ്ഞാൽ ആളാകാൻ പറ്റും. അതിന് ചില സാഹചര്യങ്ങളിൽ പലരും ഒരുക്കി കൊടുക്കുകയും ചെയ്യും. ഇതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഞാൻ വേറൊരു ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ദേവപ്രശ്നമൊക്കെ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗം, അതിലൊന്നും നമുക്ക് തൊടാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എരുമേലി പള്ളിയിലെ കാര്യം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായി ഒരു വിശ്വാസിയായ ഒരു ഹൈന്ദവ സഹോദരൻ എരുമേലി പള്ളിയിലോട്ടൊന്ന് കയറി വന്നാൽ എരുമേലി പള്ളിയുടെ ഭാരവാഹികളോ അവിടുത്തെ മുസ്ലിങ്ങളോ ഇവിടെ കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവരെ മടക്കി അയച്ചാൽ, നാളെ നേരം വെളുക്കുമ്പോൾ അല്ലെങ്കിൽ ആ നിമിഷം തന്നെ പറയും, കേരളത്തിൽ ഇസ്ലാം വർഗീയത കത്തിക്കുന്നു, ഒരു വിശ്വാസിയായ ഹൈന്ദവ വിശ്വാസിയായ ഒരാളോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞ് എന്തെല്ലാം കവളുണ്ടാകും. നിസ്കാര സമയത്ത് 5 നേരം നിസ്കാര സമയത്ത് ആ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പം പോലും 100 കണക്കിന് ഈ ശബരിമലയിലെ അയ്യപ്പ വിശ്വാസികൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക, ആ സൗണ്ടും ഒക്കെ വെച്ചുകൊണ്ട്. അതുവരെ സദയം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിം. കാരണം എന്നാന്ന് ചോദിച്ചാൽ, മതസൗഹാർദ്ദത്തിന് വേണ്ടിയും സാഹോദര്യത്തിന് വേണ്ടിയും ഒക്കെ ഇഷ്ടം പോലെ വിശാലമായ മനസ്സ് കാണിക്കുന്ന ഒരു വിഭാഗമാണ് അവർ. നിങ്ങളാണ് ഇത്ര വികൃതമായി കൊഞ്ഞനം കുത്തിക്കൊണ്ട് കാട്ടുന്നത് കച്ചവടത്തിൻ്റെ ഭാഗമാണെന്ന്. എന്തിനു അത് പറയുന്നു? എരുമേലി പള്ളിയിൽ ലക്ഷക്കണക്കിന്, ഒരു അയ്യപ്പ സീസണിൽ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരാണ് വന്ന് കടന്നു പോകുന്നത്. നിങ്ങൾ അവിടെ നിന്ന് പറയണം ഇനി കയറാൻ പാടില്ല എന്ന് പറഞ്ഞാലോ? എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പോൾ അയ്യപ്പ ഭക്തന്മാരായ ശബരിമലയിൽ വരുന്ന എല്ലാ വിശ്വാസികളും മണ്ടന്മാരാണോ? നിങ്ങൾ ചിന്തിക്കണം, അവർ മണ്ടന്മാരാണോ? കാരണം അപ്പോൾ അവർ മണ്ടന്മാരാകുന്നത് പിന്നെ എരുമേലി പള്ളിയിലെ ഭാരവാഹികളുടെയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെയോ കുഴപ്പം കൊണ്ടാണോ? നിങ്ങളത് തീർക്കാനേ നിങ്ങൾ തയ്യാറായില്ല. എന്നിട്ട് നിങ്ങൾ മാറിയിരുന്നുകൊണ്ട് ഇതുപോലെ ആടിനെ പട്ടിയാക്കുന്ന ഒരു രീതി പറഞ്ഞുകൊണ്ട് പോയി, അതൊന്നും ഈ കാലഘട്ടത്തിൽ ശരിയാകത്തില്ല. ഇവിടെ നിങ്ങൾക്ക് ആളാകണമെന്നുണ്ടെങ്കിൽ ഇസ്ലാം വിരുദ്ധത പറഞ്ഞു, നിങ്ങൾ ആവശ്യം പോലെ പറഞ്ഞു, അതിലപ്പുറം പറഞ്ഞു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, മാലിക് ദിനാർ എന്ന് പറയുന്ന ഒരാൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പം ഇന്ത്യയിൽ ഒരാളും മുസ്ലിങ്ങളല്ല. ആദ്യം മനസ്സിലാക്കുക, ഒരാളും മുസ്ലിങ്ങളല്ല. പിന്നെ എന്തുകൊണ്ട് മുസ്ലിങ്ങളായെന്ന് ചോദിച്ചാൽ, ഇസ്ലാം എന്താണെന്നും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്നും ഇസ്ലാമിൻ്റെ വിശാലത എന്താണെന്നും ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നതെന്നും മാതൃകയാക്കുന്നതെന്നും കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഇവിടുത്തെ മറ്റ് സഹോദര സമുദായങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചത്. അല്ലാതെ കഴുത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ തോക്ക് കൊണ്ടിട്ടോ അല്ലെങ്കിൽ പിച്ചാത്തി കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്നെ തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചോ ഒന്നും അല്ല. ശരിക്കും ചിരിക്കണ്ട, ശരിക്കും അതൊക്കെ പറയാവുന്നേ. ആ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. ഈ ഹിന്ദു എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ പറയുന്ന കണക്കൊന്നുമല്ല രാജ്യത്തെ ഹിന്ദുക്കൾ നടപടി സ്വീകരിക്കുമോ? കാരണം അനിസ്ലാമികമായിട്ടാണ് അവർ 27 കുടുംബം. ഞാൻ ഇപ്പോഴും പറയുന്നു, 27 പ്രിയപ്പെട്ട അനിൽ നമ്പ്യാരെ, താങ്കൾ മനസ്സിലാക്കുക, അവിടുത്തെ സിവിൽ കോടതിയാണ് ഇവർക്ക് അനുവാദം കൊടുത്തിരിക്കുന്നത്. ആ സിവിൽ കോടതി അനുവാദം കൊടുത്തിരിക്കുമ്പോൾ ആ കോടതിയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് അയ്യരാണ്, അല്ലാതെ ഒരു മുസ്ലിം മജിസ്ട്രേറ്റല്ല, ഒരു ക്രിസ്ത്യാനി മജിസ്ട്രേറ്റല്ല. ഒന്നാം തരം അയ്യരായ ഒരു മജിസ്ട്രേറ്റാണ്.
ഇടയ്ക്ക് കയറി പറയരുത്. ആ അയ്യർ എന്ന് പറയുന്ന ആ അത്രയും കൃത്യതയോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കി പുരാവസ്തു വകുപ്പിനെ കൊണ്ട് അന്വേഷിപ്പിച്ചതിന് ശേഷം അത് കൃത്യമാണെന്ന് ബോധ്യമായതുകൊണ്ടാണ് അവിടെ അവർക്ക് വേണ്ട സാഹചര്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് കോടതി വിധി വന്നത്. കോടതി പറയട്ടെ, അവർ ചെയ്യട്ടെ. അവര് അവിടുത്തെ അവരുടെ മുത്തച്ഛന്മാരായ ഈ 27 കുടുംബങ്ങളുടെ മുത്തച്ഛന്മാരായ പറയട്ടെ 27 അതിനല്ല പറയുന്നത്, ചുമ്മാ കയറി തീർക്കാൻ പറ്റുമോ? 27 കുടുംബത്തിൻ്റെ മുത്തച്ഛന്മാരായ അവരുടെ മുത്തച്ഛന്മാരായ ആൾക്കാരുടെ ആളാണെന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് അവർ നിൽക്കുന്ന ആ ഖബറിൻ്റെ അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവരെ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ഞങ്ങളെന്തിനാ പുറത്താക്കുന്നത്? അവർക്ക് സ്വയം പുറത്ത് പോകാമല്ലോ, എല്ലാവരും വേറെ രീതിയിൽ പോകാമല്ലോ. നിങ്ങൾ ഇവിടെ വന്നേച്ച് ഈ ചാനലിനകത്ത് കയറി ഇരുന്നുകൊണ്ട് നിങ്ങൾ തീർത്തും വിദ്യാസാഗർ തിമൂർത്തി പറയുന്നത് ഇതാ തെറ്റ്. മനസ്സിലായില്ലേ? മിസ് അനിൽ നമ്പ്യാർ താങ്കളെപ്പോലുള്ള ഒരാൾ ഇത് പറയും എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് ബോധ്യമുണ്ട്. കാരണം ഈ ചാനലും താങ്കളും വിദ്യാസാഗറും ഇവിടെ സംഘപരിവാറിൻ്റെ അജണ്ട കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ നിഷ്പക്ഷതയോടുകൂടി നീതിപൂർവമായ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ പറയാൻ തയ്യാറുണ്ടോ? ഈ പറയുന്നവരെ അവർ ഈ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ആരുടെ പട്ടിയായിക്കൊണ്ട് പോകുന്നൊരു സ്വഭാവം കാണിക്കുന്നത് അതൊന്നും അല്ല ശരി. ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളാണ്. അവരിത് വിധി എഴുതും, അവരിത് മനസ്സിലാക്കും. നിങ്ങൾ 1, 2, 3 പേര് ഇരുന്നുകൊണ്ട് കേരളത്തിൽ ഹൈന്ദവ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും നടക്കത്തില്ല. അതൊന്നും നടക്കത്തില്ലെന്നേ. പ്രബുദ്ധമായ കേരളവാ. നിങ്ങൾ കേരള സർക്കാരിനെ പിണറായി വിജയനെ കുറ്റം പറയുന്നു, അവരെ കുറ്റം പറയുന്നു. നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങൾക്ക് ആരെ എന്തും പറയാം, നമുക്ക് വിരോധമില്ല. പക്ഷേ യാഥാർത്ഥ്യങ്ങളെ, സത്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഉന്മൂലനം ചെയ്തുകൊണ്ട് വേറെ കെട്ടുകഥകളുമായി രംഗത്ത് വന്ന് ഈ സമാധാനമുള്ള, ശാന്തിയുള്ള, സൗഹാർദ്ദമുള്ള ഈ സംസ്ഥാനത്തെ തകർക്കരുത് എന്നുള്ള താഴ്മയായ ഒരു അപേക്ഷയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്.